നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ബെറിയപ്പ് ഉണ്ടാക്കാം എന്ന് നോക്കാം. കൂടാതെ ഞാനിതിൽ കുറച്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് പല താരങ്ങളും ബെറിയപ്പ് കഴിച്ചതിൻ്റെയും അവരുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെയും ഒരു വീഡിയോ കൂടി, ചെറിയൊരു ക്ലിപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവർ പറയുന്നത് കറക്റ്റാണോ, ഇത്രയും ടേസ്റ്റ് തന്നെയാണോ ഈ ബെറിയപ്പ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടാതെ എനിക്ക് പറയാനുള്ളത്, ഈ ബെറിയപ്പ് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴുള്ള ആ കാഴ്ച കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, ഈ ഒരു ബെറിയപ്പ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ കോർണറിൽ ഇതിങ്ങനെ ഒഴുകി കിടന്നതിന് ശേഷം നമ്മളത് സ്പൂൺ കൊണ്ട് മെല്ലെ കോരിയെടുത്ത് ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ ഓരോ കോർണറിലും ഇതിന് ഓരോ ടേസ്റ്റാണ്. നമ്മൾ മിക്സ് ചെയ്തിട്ടല്ല ഇത് കഴിക്കുന്നത്. ഓരോ കോർണറിൽ നിന്ന് കോരിയെടുത്ത് കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എന്ന്. ബെറിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം വേണം, പിന്നെ കുറച്ച് യോഗട്ട് വേണം. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ സ്ട്രോബെറിയുടെയും ബ്ലൂബെറിയുടെയും യോഗട്ട് എടുത്തിട്ടുണ്ട്. 30 രൂപയാണ് ഒന്നിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചോക്കോ സിറപ്പും സ്ട്രോബെറി സിറപ്പും എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് നിർബന്ധമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂടാതെ കോൺഫ്ലേക്സും നിർബന്ധമാണ്. കുറച്ച് ഓട്സും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. മാങ്ങയും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേപ്സുമാണ് എടുത്തിട്ടുള്ളത്, മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് റൗണ്ടാക്കിയിട്ട് മടക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് കേക്കിൻ്റെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിലും ചെയ്യാം. ഗ്ലാസ്സിൽ ഇതേപോലെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം പ്ലേറ്റിനോട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി എടുത്താൽ മതി. ഇതേപോലെ പിടിച്ചതിന് ശേഷം കമിഴ്ത്തി എടുത്താൽ മതി. ഇനി നമുക്ക് ബെറിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഏറ്റവും താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ബ്ലൂബെറിയുടെ യോഗട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുക്കുന്നതിനും ഓർഡറുകളില്ല, നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലാത്തിൻ്റെ മുകളിലും ഓരോ ലെയർ ചേർക്കുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ട്രോബെറിയുടെ യോഗട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഗ്രേപ്സ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീം അതിലോട്ട് സ്ട്രോബെറിയുടെ സിറപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചോക്കോ സിറപ്പും സ്ട്രോബെറി സിറപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കശുവണ്ടിയും കൂടെ, കശുവണ്ടിയുടെ കൂടെ നമുക്ക് ക്രഷ് ചെയ്ത ബദാമും അതുപോലെ തന്നെ പിസ്തയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബെറിയപ്പ് പുള്ള് ചെയ്യാം. പതുക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് മെയിനായിട്ട് എല്ലാവരും ബെറിയപ്പ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. നമ്മൾ പുള്ളി ചെയ്യുമ്പോഴുള്ള ആ ഒരു ഭംഗി, അതിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ സൈഡിലും ഓരോ കളറാണ്. നമ്മുടെ മാംഗോയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, മഞ്ഞ കളറൊക്കെ. പിന്നെ നമ്മുടെ ബ്ലൂബെറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിനു പകരം ഞാനിവിടെ ഗ്രേപ്സ് കട്ട് ചെയ്ത് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ കണ്ടില്ലേ, ചോക്കോ സിറപ്പിൻ്റെയും അതുപോലെ തന്നെ സ്ട്രോബെറി സിറപ്പിൻ്റെയും ആ ഒരു ഒഴുകി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിങ്ങനെ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കരുത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെയൊക്കെ ഫലൂദയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഓരോ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് കോരിയെടുത്ത് കഴിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബെറിയപ്പിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നത്. ഫീൽ ചെയ്യാൻ മാത്രമല്ല ടേസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, അതായത് നട്ട്സും ചോക്കോ സിറപ്പും സ്ട്രോബെറി സിറപ്പും കൂടെ വന്നിട്ടുള്ള ആ ഒരു ഭാഗം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ടുള്ളത് നമ്മൾ ഫസ്റ്റിലിട്ട് കൊടുത്തിട്ടുള്ള ഓട്സും കൂടാതെ
ആ ഒരു യോഗട്ടും ഒക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ മിഡിലായിട്ടുള്ളത്. സൈഡിലായിട്ട് ഫ്രൂട്ട്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് കൂടുതലും കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു നട്ട്സ് നമ്മൾ മിഡിലായിട്ടും കൂടെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഏറ്റവും മുകളിലാണല്ലോ ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലേക്സ് പ്രത്യേകം പറയേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലേക്സ്. കോൺഫ്ലേക്സ് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് ആ ഒരു ബെറിയപ്പ് ആ ഒരു കറക്റ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ഓട്സ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഡ്രൈ ഫ്രൈ ചെയ്ത് വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് പോയി പോവും. പിന്നെ നമ്മൾ ബെറിയപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാം കൂടെ ആ ഒരു ഐസ്ക്രീമിലൊക്കെ കുതിർന്നു പോവും. മിഡിലായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കൂടുതലും ഓട്സും അതുപോലെ തന്നെ കോൺഫ്ലേക്സും വന്നിട്ടുള്ളത് മിഡിലായിട്ടാണ്. പിന്നെ സൈഡിലായിട്ട് ഐസ്ക്രീമാണുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് കൂടുതലും ഐസ്ക്രീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ഒന്ന് ഗ്ലാസ്സിലാണെങ്കിലും ഇതേപോലെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് പേപ്പർ നമുക്ക് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലൊക്കെ തയ്യാറാക്കി നോക്കിയാലും അടിപൊളി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്